സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിജീവിതയെ അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. അതേസമയം KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജിയും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. സന്ദീപ് വാര്യരാണ് അതിജീവിതയുടെ ചിത്രങ്ങൾ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിച്ച് അകത്തായ കക്ഷിയാണ്. ഇപ്പോഴും നിരാഹാരത്തിലാണ് എന്നൊക്കെ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഈ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നൊക്കെയാണ് അദ്ദേഹം അതിനെ പേരിട്ട് വിളിക്കുന്നത്. എന്തായാലും ഇന്ന് അതിജീവിതയെ അധിക്ഷേപിച്ച സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതിക്ക് മുൻപാകെ വരികയാണ്. അതേക്കുറിച്ച് ആദ്യം ഈ അതിജീവിത, അതായത് ഈ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതി വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വ്യാപകമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് അതിജീവിത നേരിടേണ്ട സാഹചര്യം ഉണ്ടായത്. അതിൽ മുൻപന്തിയിൽ നിന്ന രണ്ടു പേരാണ് രാഹുൽ ഈശ്വറും അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരും. ഒരു പടി കൂടി കടന്ന് സന്ദീപ് വാര്യർ ഈ അതിജീവിത ഫോട്ടോ അടക്കം ചിത്രങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും അതിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ അത് ഷെയർ ചെയ്യാൻ തക്ക രീതിയിൽ ഗൂഢാലോചന നടത്തുന്ന രീതിയിലെല്ലാം ഈ KPCC ജനറൽ സെക്രട്ടറിയായ ഈ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നടക്കം നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കടന്ന നീക്കവും സന്ദീപ് വാര്യർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രചാരണം നൽകുകയും അത് ഈ അതിജീവിതയെ വ്യക്തിഹത്യ നടത്തുകയും അതിജീവിതയുടെ സ്വകാര്യ ജീവിതങ്ങളടക്കം മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതടക്കം വലിയ രീതിയിൽ പ്രചാരം കൊടുക്കുന്ന അടക്കമുള്ള നടപടികൾ ചെയ്തത് ഈ രാഹുൽ ഈശ്വറാണ്. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തിയ കേസിലാണ് രണ്ടുപേർക്കുമെതിരെ കേസെടുത്തത്. അതിൽ നേരത്തെ തിരുവനന്തപുരം വഞ്ചൂർ കോടതി ഈ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. തുടർന്നാണ് വീണ്ടും കസ്റ്റഡി എടുക്കുകയും തുടർന്ന് തെളിവെടുപ്പെല്ലാം നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരും ഒളിവിലാണ്. സന്ദീപ് വാര്യരുടെ ജാമ്യ ഹർജിയും കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് കോടതിക്ക് മുമ്പാകെ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെയാണ് ഈ കേസുകൾ രണ്ടും എത്തുന്നത്, ഈ ജാമ്യ ഹർജികൾ രണ്ടും എത്തുന്നത്. രണ്ടിലും വിധി ഉണ്ടാകും. അതായത് ഇന്ന് തന്നെ അതിൽ ഒരു തീർപ്പ് വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. രണ്ടും നിർണായകമായ കേസാണ് ഈ രണ്ടുപേർക്കും. അതായത് സന്ദീപ് വാര്യർക്കായാലും ശരി, രാഹുൽ ഈശ്വറിനായാലും ഇത് സംബന്ധിച്ച് വളരെ നിർണായകമാണ്. രണ്ടുപേരും ജയിലിലേക്ക് തന്നെ പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഇതിന് വിധിയോടുകൂടി നമുക്ക് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിന് തീരുമാനമുണ്ടാകും. രണ്ടുപേരുടെയും ജാമ്യ ഹർജി കോടതി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ എന്തായിരിക്കും രണ്ടുപേരുടെയും ഭാവി എന്നത് അറിയാൻ കഴിയുക. എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങളടക്കം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വറും വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കേസ് വരുമ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാതെ ഇത്തരത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരൊപ്പം നിന്നുകൊണ്ട് ഈ പുരുഷ സ്വത്വവാദം പറഞ്ഞുകൊണ്ട് ഇരയെ തന്നെ അവഗണിക്കുന്ന രീതിയിലും സാമൂഹ്യ മാധ്യമങ്ങളടക്കം വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലെല്ലാം ചെന്നെത്തിയത് ഈ രണ്ടുപേരുടെയും പരാമർശങ്ങളാണ്. എന്തായാലും അതിൽ ആണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ജാമ്യ ഹർജി ഉടൻ പരിഗണിക്കുകയും ചെയ്യും. രാഖി. ശരി പ്രശാന്ത്, എന്തായാലും സന്ദീപ് വാര്യർ ഒളിവിലാണ് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിക്ക് മുൻപാകെ എത്തുന്നുമുണ്ട്. നമുക്ക് നോക്കാം അവർക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ, അതോ ഒളിവിൽ തന്നെ തുടരേണ്ടി വരുമോ എന്നുള്ളതൊക്കെ തന്നെ നോക്കാം.